എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹനീഫ് അദനിയുടെ സംവിധാനത്തിൽ വന്ന മാർക്കോ എന്ന സിനിമയെക്കുറിച്ചാണ്. ഈ സിനിമയുടെ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു മാഫിയ സിൻഡിക്കേറ്റ് ഫാമിലി, ആ ഫാമിലിയിൽ വന്നിട്ട് കാഴ്ചയില്ലാത്തൊരു ചെക്കനുണ്ടാവും. ആ ചെക്കനെ ആരോ മർഡർ ചെയ്യും. അപ്പോൾ വന്നിട്ട് ഇതിന് പകരം വീടണം എന്ന് പറഞ്ഞ് ഇവരുടെ ഫാമിലിക്കാർ തീരുമാനിക്കുന്നു. അങ്ങനെ നമ്മുടെ ഈ ടാസ്ക് വന്നിട്ട് നമ്മൾ മാർക്കോയുടെ കയ്യിലേക്ക് പോവുകയാണ്. മാർക്കോ ആരാണെന്ന് ചോദിച്ചാൽ അതാണ് ഉണ്ണിമുകുന്ദൻ. മാർക്കോ ഇവരുടെ ഫാമിലിയിൽ എങ്ങനെ വന്നു വെച്ച് കഴിഞ്ഞാൽ ഇവരൊരു അനാഥനായിരിക്കും, അവർ എടുത്ത് വളർത്തും. അങ്ങനെ അവരുടെ കുടുംബത്തിന് വളരെയധികം വിശ്വാസത്തോടെ ജീവിക്കുന്ന ഒരാൾ. അങ്ങനെ മാർക്കോ ഇവരെ കണ്ടുപിടിക്കുകയും ഇന്റർവ്യൂവിന്റെ ഫസ്റ്റ് ഹാഫിൽ തന്നെ അതിനുള്ള റിവെഞ്ച് എടുക്കുകയും ചെയ്യുന്നു. അവരുടെ കൂട്ടത്തിലുള്ള അടിച്ച് തുപ്പി എല്ലാവരെയും കൊന്നുകളയും. അപ്പൊ തന്നെ സിനിമ കഴിഞ്ഞു. പിന്നെ സെക്കൻഡ് ഹാഫിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ അവർ ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവർക്ക് വേറെ ഐഡിയ കിട്ടി. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മരിച്ചുപോയ ചെക്കൻ വന്നിട്ട് ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ടാവും. അപ്പൊ ആ പെണ്ണ് ഇവനെ കാരണം ഗർഭിണിയായിരിക്കും. അപ്പൊ ആ കൊച്ചിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും മാർക്കോ അവതാരം എടുക്കണം. അങ്ങനെ ഇതിന്റെ അകത്തേക്ക് ഇങ്ങനെ ഒരു ന്യൂ സ്റ്റോറി കയറ്റി വിടുന്നു. അതിനുശേഷം എന്തായി എന്നുള്ളതാണ് മൊത്തത്തിൽ ഈ പടത്തിലൊരു കഥ. പടം റിലീസായി ഉച്ചയായപ്പോഴത്തേനും സോഷ്യൽ മീഡിയയിൽ അടിപൊളിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഒരു പാൻ ഇന്ത്യ പടമാണ്, എന്താ പറയുക, ഭയങ്കര സംഭവമാണ്, മലയാളത്തിൽ വന്നൊരു അടിപൊളി പടമാണ്, ഭയങ്കര ആക്ഷനാണ്, ഭയങ്കര സംഭവമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സോഷ്യൽ മീഡിയയിൽ ഭയങ്കര പോഴലായിരുന്നു. ഇതൊക്കെ വിശ്വസിച്ചിട്ട് തിയേറ്ററിൽ പോയിരുന്നു കാണാനിരുന്നു. അപ്പോഴാണ് നമുക്ക് മനസ്സിലായ ഇയാളേതോ ഈ ജോൺ വിക്ക്, കില്ല്, സാ എന്നിങ്ങനെയുള്ള മൂവികളൊക്കെ കണ്ടിട്ട് അതിൽ ഇൻസ്പയർ ആയിട്ട് ഒരു സിനിമ എടുത്താണ് ഈ ഡയറക്ടർ എന്ന് മനസ്സിലായി. ഈ പടങ്ങളിലൊക്കെ സീനുകളൊക്കെ എടുത്തിട്ട് ഇതിൽ ചുരുക്കിയിട്ട് ഇതൊരു ഭയങ്കര സിനിമയാണെന്ന് പറഞ്ഞിട്ട് നാട്ടുകാരെ പറ്റിയ ഈ ഡയറക്ടർ വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഈ കൊറിയൻ ഡ്രാമകളൊക്കെ ഉണ്ടല്ലോ, ഈ ഭയങ്കര വയലൻസ് ആയിട്ടുള്ള പടങ്ങളാണ്. അതൊക്കെ കണ്ടിട്ട് അതിലുള്ള കുറേ കത്തി, കുറച്ച് ഗണ്ണ്, പിന്നെ ഒരു 2-3 ലോഡ് ആർട്ടിഫിഷ്യൽ ബ്ലഡ്, ഇതൊക്കെ കൊണ്ടുവന്നിട്ട് പിന്നെ അതേപോലെ നമ്മുടെ തമിഴിൽ അറ്റ്ലി കാണിച്ച പോലെ കുറേ DVDകളൊക്കെ ഉണ്ട്, അതിൽ നിന്ന് കോപ്പി പിടിച്ച്. അതേപോലെ പിന്നെ കുറച്ച് മറ്റേ ഇമ്പോർട്ടഡ് കാറുകൾ, ആ കാറുകളൊക്കെ ശ്രദ്ധിക്കുന്നതാണ്. ഒരു സ്ക്രാച്ചസ് കൂടെ ആളാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. കാരണം വാടകയ്ക്ക് കൊണ്ടാണേ, കാശ് കൊടുക്കണ്ടേ, അതുകൊണ്ടാണ്. പിന്നെ അതേപോലെ ഒരു സീന് പടത്തിൽ മൊത്തം ചുരുട്ടുവലിച്ചൊന്നുമല്ല. ഇതെന്താ ചുരുട്ടുവലി പഠിക്കുന്ന പടമാണോ അതോ ഈ ചുരുട്ട് കമ്പനികൾക്ക് വേണ്ടി പ്രൊമോട്ട് ചെയ്യുന്ന പടമാണോ എന്നൊക്കെ തോന്നിപ്പോകും. പടത്തിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മളാണ് മറ്റെന്താ പറയുക, കാഴ്ചയില്ലാത്ത ചെക്കൻ മരിക്കുന്നതിന് മുമ്പ് അവൻ വന്നിട്ട് ഒരു കൊല കണ്ടുപിടിക്കും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വന്നിട്ട് യൂസ് ചെയ്യുന്ന പെർഫ്യൂമിന്റെ സ്മെല്ല്, അതേപോലെ അവർ വന്ന കാറിന്റെ ലോഗോ ടച്ച് ചെയ്ത് അതൊക്കെ കണ്ടുപിടിച്ചിട്ട് ഇവനാണ് കൊലകാരൻ എന്ന് അവൻ മനസ്സിലാക്കും. പക്ഷെ അവൻ മരിച്ചതിന് ശേഷം വെറും കഥ ഓപ്പണായിട്ടേ പോകും. അതായത് കൊന്നവനാണ്, കഥാനായകൻ കൊന്നവനോട് ഒരുമിച്ച് പോകുന്നു, അത് ഇടയിൽ മനസ്സിലാക്കുന്നത്, അവനെ കൊല്ലുന്നത്. പിന്നെന്താ അങ്ങനെ പ്രത്യേകിച്ച് വലിയ സീനുകളൊന്നുമില്ല. അങ്ങനെ സീരിയസ് ആയിട്ട് പോയിരിക്കുന്ന സിനിമയിൽ ഇന്റർവെല്ലിന് കുറച്ച് മുൻപേ ഒരു അടിപൊളി ഇടിപെട്ട് കോമഡി ഉണ്ട്. ഒരു ഫൈറ്റ് കഴിയും, അതിൽ വലിയൊരു കത്തിയെടുത്ത് നമ്മുടെ കഥാനായകൻ ഒറ്റ തൂത്തുന്നില്ല. അതിനുശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരം മുറിക്കുന്ന ആ മറ്റേ വാള് അത് വെച്ചിട്ട് നമ്മുടെ ഹീറോയുടെ കൂട്ടുകാരുടെ കൈ അങ്ങനെ വെട്ടിയെടുത്തതിന് ശേഷം അവിടുന്ന് നമ്മുടെ ഹീറോ ആ കുത്തൊക്കെ വാങ്ങി എല്ലാവരും അടിച്ച് ദിവസം വീണതിന് ശേഷം അവരുടെ കൈകാലൊക്കെ വെട്ടിക്കളഞ്ഞതിന് ശേഷം നമ്മുടെ ഈ കൂട്ടുകാരുടെ വണ്ടിയിൽ എത്തിയിട്ട് ഇപ്പം നിനക്ക് വേദനിക്കുന്നുണ്ടോ ചോദിക്കും. ഒരു കൈ മൊത്തം വെട്ടിയെടുത്തിട്ട് വേദനിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ഒന്നാന്തരം ചെയ്യാവുന്നത്. അതായത് നമുക്ക് ഈ ഒരു ആക്ഷൻ, ഇങ്ങനത്തെ വയലൻസ് ആക്ഷൻ മൂവിയൊക്കെ കാണുന്ന സമയത്ത് നമുക്കൊരു ഫീലിംഗ് വരും. അതായത് എന്താ പറയുക, വെട്ടലും കുത്തലൊക്കെ ദിക്കുന്നൊരു ഫീലിംഗ് വരും. ഇതെങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇറച്ചിക്കടയിൽ പോയി നിന്നിട്ട് ഇറച്ചി വിടുന്നത് കണ്ടോണ്ട് ഇറച്ചി വാങ്ങിയിട്ടില്ല, ആ ഒരു ഫീലിംഗേ ഉള്ളൂ. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇറച്ചിക്കടയിൽ പോയി കഴിഞ്ഞാലും നമ്മൾ ഇറച്ചി വെട്ടിയിടുന്ന സമയത്ത് എല്ലാം കേട്ടിടുവോ, കൊഴുപ്പതി കേട്ടിടുവോ എന്നൊരു ദിക്കുന്ന മൂവി വരും. മൊത്തത്തിൽ ഈ സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാലം തന്നെ
കൂകിക്കളഞ്ഞു. ഇത് ഭയങ്കര മലയാളത്തിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ ആക്ഷൻ വയലന്റ് സിനിമയാണെന്ന് പറഞ്ഞിട്ട് കാലത്ത് തന്നെ കൂകി മനുഷ്യനെ പറ്റിച്ച്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ഇംഗ്ലീഷ് സിനിമയിൽ വന്ന ജോൺ വിക്ക്, കില്ല്, അതേപോലെ ഇങ്ങനത്തെ പടങ്ങളൊക്കെ കാണാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ പടം ഒരുപക്ഷെ ഇഷ്ടപ്പെടാം. ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ സിനിമയ്ക്ക് അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോക വെറുപ്പിക്കലായി തോന്നും. അത്രേ ഉള്ളൂ. എന്നാൽ ശരി, ബൈ.